അഭിപ്രായം. നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ശ്രീ കുഞ്ഞാലിയും കൂടി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ശ്രീ കുഞ്ഞാലി, ശ്രീ മുഹമ്മദ് മഞ്ചേരി പറഞ്ഞ അഭിപ്രായത്തോട് ശ്രീ കുഞ്ഞാലിക്ക് യോജിപ്പാണോ? ഒരു തരത്തിലും മുഹമ്മദ് മഞ്ചേരിയോട് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കാന്തപുരത്തിന്റെ നിലപാട് തന്നെയാണ് 100% ശരി. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. അതിന് തെറ്റുള്ളത് തെറ്റില്ല. എന്താ തെറ്റ്? സാറ് പറയും എന്ത് തെറ്റാണ്? നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയെ ഒരു മുസ്ലിം പണ്ഡിതൻ കാണുമ്പോൾ അതിൽ ഇത്രമാത്രം എന്തിനാണ് വിമർശനം ഉന്നയിക്കുന്നത്? അപ്പൊ അതില് പല ആള്, എനിക്ക് വിമർശനമൊന്നുമില്ല കേട്ടോ, പക്ഷെ പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നത് ഇവിടെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ കണ്ടത്. പക്ഷെ അദ്ദേഹം അവിടെ എത്തി കണ്ടു സാറേ. അല്ല ശ്രീ കുഞ്ഞാലി, ഇതില് ആളുകൾ വിമർശനമായി ഉന്നയിക്കുന്ന ഒരു വിഷയം ഞാൻ പറയാം. അത് അവിടെ ഈ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് ശക്തമായ ഒരു ബോധ്യമുള്ള ആളാണ് കാന്തപുരം. അതുതന്നെ കാന്തപുരം അദ്ദേഹത്തിന്റെ കഴിവുകളിൽ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഉപയോഗിക്കുക. ഇപ്പൊ നമ്മുടെ ഏത് വിഷയത്തിലെടുത്ത് നോക്കി നിങ്ങൾ കാണുന്നില്ലേ? അത് ഞാൻ കാണുന്നു. അപ്പൊ കാന്തപുരം എന്തുകൊണ്ടും പ്രധാനമന്ത്രിയെ കണ്ടത് തികച്ചും അത് രാജ്യത്തിന്റെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുതന്നെയാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ അഭിപ്രായം. അല്ല, പക്ഷേ ഇതിലൊരു തർക്കം വന്ന എവിടെയാണെന്നറിയാമോ? അപ്പോൾ ഇവിടെ പൂർണ്ണമായി സുരക്ഷിതരാണ്, BJP ഭരിക്കുന്ന രാജ്യത്ത് കൂടുതൽ സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയപ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയോ അതോ നേട്ടമായോ? ഈ വിമർശനത്തിന്റെ മേലിൽ ഏറ്റവും കൂടുതൽ ഏത് വിഷയമാണെങ്കിലും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അത് വിമർശിക്കേണ്ടത് വിമർശനം തന്നതിന്റെ രൂപത്തിൽ കാന്തപുരം ഉന്നയിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ തെറ്റി? നമ്മുടെ രാജ്യത്ത് നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ത് അക്രമമാണ് ഉള്ളത്? നിലവിലെ സാഹചര്യത്തിൽ സാറ് എന്ത് പറയുന്നത്? നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ത് അക്രമമാണ് രാജ്യത്ത് നിന്ന് ഉണ്ടാകുന്നത്? ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മുസ്ലിങ്ങൾക്കുള്ള അക്രമമുണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമായ രൂപത്തിൽ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അത് ആ സമയത്ത് തന്നെ കാന്തപുരം ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങ് പറയുന്നത് വിമർശിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം വിമർശിച്ചു, പക്ഷേ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അംഗീകരിക്കേണ്ടടുത്ത് അംഗീകരിച്ചു, കൂടിക്കാഴ്ച നടത്തി, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ന്യൂനപക്ഷ ക്ഷേമത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു, ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നേട്ടം മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗത്തിന് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച അല്ലേ? ദേശത്തിന് വേണ്ടിയല്ലാതെ ഇന്നേ വരെ ലോകത്തിലൊന്നും ചെയ്തില്ല. കാന്തപുരം വ്യക്തിപരമായിട്ട് കാന്തപുരത്തിന് എന്ത് നേട്ടമാണുള്ളത്? ആയിരക്കണക്കിന് അനാഥകളെ പോറ്റുന്ന കാന്തപുരത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ മർക്കസ് നോളജ് സിറ്റി പോലത്തെ സ്ഥാപനങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടു നോക്കി. അവിടെ ഒന്നും അദ്ദേഹത്തിന്റെ അത് കണ്ട ആളുകൾക്ക്, അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഒരു അദ്ദേഹത്തെ വിമർശിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ ഒരു ചെറിയ വിഭാഗമാണെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയാണ്. അത് തികച്ചും മറ്റുള്ള മുസ്ലിം സംഘടനകൾ, ആ മറ്റുള്ള മുസ്ലിം സംഘടനകളാണ് അത് കൂടുതൽ. ഞങ്ങൾ പേരെടുത്ത് പറയുന്നതിന് തെറ്റില്ല. കൂടുതൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലത്തെ ആളുകളാണ് അതിൽ മുമ്പ്. എന്തുകൊണ്ടാണ് ഈ മുജാഹിദ് ഇവരെ എങ്ങനെ എതിർക്കുന്നത്? അപ്പൊ മുജാഹിദ് സംഘടനാ തലത്തിലുള്ള എതിർപ്പ് തന്നെ, സംഘടനാപരമായ എതിർപ്പ്. കാന്തപുരം സാറിന് ഒന്നും മനസ്സിലാക്കില്ല. ഒരാൾക്ക് താങ്കളോട് അയാൾക്കൊരു ഇഷ്ടമില്ലെങ്കിൽ അയാൾ ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാ നന്മകളെയും ഇടിച്ച് തരം താഴ്ത്തി കാണിക്കാനുള്ള തരം താഴ്ന്ന പരിപാടിയാണ് ആളുകൾ ചെയ്യുന്നത്. സംഘടനാപരമായുള്ള വിയോജിപ്പ് എല്ലാ കാര്യത്തിലും എതിർപ്പായി വരുന്നു, അതാണ് കാണേണ്ടത്. അങ്ങനെയാണ് പറയുന്നത്. സംഘടനാപരമായ വിയോജിപ്പ് മാത്രമേ ഇതിന് പറയാൻ കഴിയുള്ളൂ. ഇതിന് വേറെ ഒന്നുമില്ല. കാന്തപുരത്തിന്റെ പ്രവൃത്തി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. അദ്ദേഹം ചെയ്തത് രാജ്യത്തിന്റെ മുസ്ലിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ്. ലോകത്ത് അദ്ദേഹം കാലെടുത്തു വെച്ച എല്ലാ പ്രവർത്തനവും അത് എന്തെന്നായിക്കോട്ടെ, അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാം അദ്ദേഹത്തിന് വമ്പിച്ച വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ലോകത്തിലെ അപൂർവങ്ങളിൽ അപൂർവരായ ഒരാളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ശരി, അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും അതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ്, അദ്ദേഹം നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. നമ്മൾ ദീർഘനാളായി സംസാരിച്ചിട്ട്. താങ്കള് പോയ ആ ഡോക്ടറെ എനിക്ക് കൂടെ എവിടെയാണെന്നും അത് ഏത് ഡോക്ടറാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ, ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് പറ്റി?
അല്ലെ എന്റെ ഗ്ലാമർ നഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കൊന്ന് ഇതേപോലെ ആക്കി എടുക്കണം. ഇത് ഗ്ലാമർ അല്ല കേട്ടോ, ഇത് ചെറിയ മേക്കപ്പിന്റെ. പിന്നെ അതൊന്നും അല്ല, നേരത്തെ ഇതുപോലെ ഒന്നും അല്ലായിരുന്നു, ഇത്രയും സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ആകെ മൊത്തത്തിലൊന്ന് മാറി. എനിക്ക് വന്ന ഒരു പൈസ ഒന്നും വിഷയമല്ല, എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം. അത് ശരി. അപ്പൊ നോക്കാം. അത് പെട്ടെന്ന് അങ്ങനെ പുറത്തു വിടാൻ പറ്റില്ല. ഞാൻ രഹസ്യം ഒന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. കാര്യം എന്റെ ഗ്ലാമറൊക്കെ പോയി മുഖമൊക്കെ ചുക്കി ചുളുങ്ങി എനിക്ക് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കണം. ആണോ? പിന്നെ കാവളൊക്കെ ഇപ്പൊ നല്ല പെരുവി നല്ല സെറ്റപ്പ് ആയില്ല. ഇപ്പൊ മമ്മൂട്ടിയുടെ ഒരു സൈഡ് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടാ. ശ്രീ ഉണ്ണികൃഷ്ണൻ ബോത്തങ്കോടിനെ ഇത് മമ്മൂട്ടിയെ മറ്റേ അറിഞ്ഞാൽ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? എനിക്ക് പിന്നെ മമ്മൂട്ടിയുടെ ഫിഗർ അനുവദിക്കുന്നവരെയൊക്കെ മമ്മൂട്ടി എന്നേ വെടിച്ചോല്ലണം. നടക്കുന്ന കാര്യമാണ്. നമ്മളെ പിന്നെ പുള്ളിക്കാരെ ആദ്യം പറഞ്ഞ ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന് പ്രായമുണ്ടെങ്കിലും പക്വതയില്ല. സത്യം പറഞ്ഞ ലോകം മുഴുവനും മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ കയറുന്ന പള്ളിയിൽ പോലും സുരക്ഷിതമല്ലാതെ ഒരു പിന്നെ ഭസ്മമായിക്കൊണ്ടിരിക്കുന്ന അതാണ് നമ്മൾ ഡെയിലി കണ്ടോണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിലല്ലാതെ ഇത്രയും സുരക്ഷിതവും സന്തോഷവും ആഹ്ലാദകരമായിട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തൊരു രാജ്യം പറഞ്ഞു തരാമോ? ഒരു ഭരണാധികാരികൾ ഈ മനുഷ്യനൊക്കെ ഈ പൊതുവേദിയിൽ വന്ന് സംസാരിക്കുന്നല്ലാതെ വാർത്തയോ പത്രമോ ഇതൊന്നും കാണുന്നവരല്ലേ? മഞ്ചേരിയെ പോലുള്ള ഈ പ്രായമുണ്ട്, 10 പൈസയുടെ വിവരമില്ല, പക്വതയില്ല. അല്ലെങ്കിൽ പറയും ഒരു ലോക നേതാവാണ് ഈ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല, ലോക നേതാവാണ്. ലോകത്തുള്ള നേതാക്കന്മാരെല്ലാം നെഞ്ചിലേറ്റിയ ഒരു മഹാ വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കാണുക എന്ന് പറഞ്ഞത് പിന്നെ അത് അദ്ദേഹത്തിന്റെ ഭാഗ്യമായിട്ട് കൂട്ടിക്കൊണ്ടാൽ മതി. അത്ര തന്നെ. ഇത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി മറ്റുള്ള രാജ്യങ്ങളിൽ, പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഇറാനിലോ ഇറാഖിലോ എവിടെ ആവട്ടെ, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ഒരു മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള, മുസ്ലിങ്ങൾ മാത്രമുള്ള പിന്നെ രാജ്യത്ത് ഒരു പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് അവര് കുമ്പിടുന്ന പിന്നെ അവരെ ശിരസ് നൂരാനുള്ള സമയം കൊടുക്കുന്നില്ല. അവര് ഭസ്മായി കളയാണ് സ്വന്തം നാട്ടുകാർ തന്നെ. അപ്പൊ അങ്ങ് ഏതായാലും ഈ കാന്തപുരത്തിന്റെ ഈ നിലപാടിനോട് യോജിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ഏതായാലും ദീർഘനാളിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നല്ല കാര്യമല്ലേ അത്? നല്ല കാര്യമല്ലേ? ഓക്കെ, സുഖമായിരിക്കുന്നു ഞാൻ പിന്നല്ലാതെ. ഓക്കെ. അപ്പൊ എന്നോടൊപ്പം യൂട്യൂബിൽ നിറയെ പ്രേക്ഷകർ ചേരുന്നുണ്ട്. ഷിജു എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ധാരാളം കമൻറ്റ് വായിക്കുന്നതിന് ഞാനൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നു എന്നാണ് ഷിജു പറയുന്നത്. അപ്പോൾ ഞാൻ ധാരാളം പരമാവധി കമൻറ്റുകൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ശ്രമിക്കാം, അതാണ് എനിക്ക് ഷിജുവിനോട് നൽകാനുള്ളത്. അപ്പോൾ സമസ്ത അപ്ലൈഡ് ദ സെയിം തിയറി ഓഫ് തപ്സി പന്നു ദ ആക്ട്രസ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ കിഷോർ കോന്നി പറയുന്നു, എന്നോട് ഹായ് എന്ന് പറയുന്നുണ്ട്. കിഷോർ കോന്നിക്ക് എൻ്റെ ഹായ്. സമസ്തയുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് പ്രമോദ് നാണു എനിക്കൊരു ചുവന്ന എനിക്കാണോ എന്നറിയില്ല, സമസ്തയ്ക്കാണെന്ന് അറിയില്ല, ഒരു ഹൃദയം അയച്ചിട്ടുണ്ട്, കാവ്യ ഹൃദയമാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് മനു അടിപൊളിയായിട്ടുണ്ട്, ഒരു അഡ്വക്കേറ്റിൻ്റെ ലുക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ശശിധരൻ പിള്ളേ. അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ അതായത് കോട്ടിട്ടുകൊണ്ടാണോ എനിക്കറിയില്ല. ഏതായാലും ശ്രീ ശശിധരൻ പിള്ളയ്ക്ക് എന്നെ ഇന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കൊള്ളാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല ഇന്ന് AK കൃഷ്ണൻകുട്ടി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ട്. കോഴി കുറുക്കനെ ക്ഷണിക്കുന്നു, ഞങ്ങളെ സംരക്ഷിക്കൂ എന്ന് അപേക്ഷിക്കുന്നു. കുറുക്കൻ ഹാപ്പിയാണ്, കോഴിയുടെ കാര്യം കഷ്ടമാണ് എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.